ചിക്കൻ കറി. ഓ, പുട്ടും ചിക്കനും. അയ്യോ, എനിക്ക് പുട്ടും ചിക്കനും കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അവൾ ഓർത്തുണ്ടാക്കിയതാ. കഴിക്കാം. ഇന്ന് കാര്യമായിട്ടാണല്ലോ. ദീപ്തി, ആ വിഷയുടെ എണീറ്റോ? അതെ, കുറച്ച് തേങ്ങാപ്പാൽ ഓർഡർ ചെയ്യോ? തേങ്ങാപ്പാല എന്തിന്? ഫിഷ് മോളി ഉണ്ടാക്കാനാ. ഫിഷ് മോളിയാ? ഇപ്പൊ ഓർഡർ ചെയ്യാം. ആ, ബീഫ് വന്നിട്ടുണ്ട്, അതുകൂടെ നിങ്ങൾ വാങ്ങിച്ചു തരണേ. ബീഫ്? ഇവൾ അങ്ങനെ ഇങ്ങനെ ഒന്നും കിച്ചണിൽ കയറൂല, പക്ഷെ കേറിയ ഉത്സവ. താങ്ക് യു. അല്ല ദീപ്തി, ഈ ഫിഷും ചിക്കനും ബീഫും ഒക്കെ കൂടെ നമ്മൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് തിന്ന് തീർക്കുന്നത്? ആ, എന്നാലേ മട്ടനും ഉണ്ട്. എന്നാ പ്യാരി കൂടെ വിളിക്കട്ടാ? ഓ, അതിന്റെ ആവശ്യമില്ല. ഇതൊക്കെ കഴിക്കാനേ ഒരാള് വരുന്നുണ്ട്. ആര്? ഗസ് ചെയ്. മുള്ളത്തെ മാലിനി? 12 സുമ അല്ല, വെറോണിക്ക. അവള് പോക്കറയ്ക്ക് പോയിരിക്കല്ലേ. പിന്നെ ആര്? പപ്പു. പപ്പുവാ? പപ്പുവാ? അവ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എന്തിനാ ഇങ്ങോട്ട് വരുന്നേന്നോ? എന്റെ ആങ്ങളെ പിന്നെ എന്റെ അടുത്തേക്ക് അല്ലാതെ പിന്നെ എങ്ങോട്ടാ പോണ്ടത്? സ്വന്തം ആങ്ങളെയൊന്നും അല്ലല്ലോ. എന്റെ മോള് കുഞ്ഞമ്മയുടെ മോൻ എനിക്ക് സ്വന്തം ആങ്ങളെ പോലെ തന്നെയാണ്. അവൻ നിനക്ക് ആങ്ങളെയായിരിക്കും, പക്ഷെ എനിക്ക് അവൻ കാലനാ. എന്തോ വെച്ചിട്ട് അവൻ കൊച്ചല്ലേ. കഴിഞ്ഞ വരവിന് ഇവിടുത്തെ അസോസിയേഷൻ പ്രസിഡന്റിന്റെ ഭാര്യ രാത്രി കവര് കാണിക്കാൻ കൊണ്ടുപോകാനാണടി കൊച്ച്. അതവര് ഫ്രണ്ട്സ് ആന്നേ. ആണോ? അപ്പോ 12 സെർവന്റുമായിട്ട് സിനിമയ്ക്ക് പോയതാ? ചുമ്മാ അത് ഇതൊന്നും ഇല്ലാത്തത് പറയല്ലേ വെച്ചേട്ടാ, വെറുതെ തന്ത വൈബ്. അവനാണെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് മെന്റലി ഡൗൺ ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നാട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അതും ഇതും ആലോചിച്ച് എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് ഓർത്തിട്ടാ മോള് കുഞ്ഞും അവൻ ഇങ്ങോട്ട് അയക്കുന്നത്, അറിയോ? അതുകൊണ്ട് അവൻ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചാൽ ഒന്ന് കണ്ണടച്ചേക്കണം. പറ്റൂല ദീപ്തി, പറ്റൂല. പിന്നെ അവരിത് അളിയ ചേച്ചി. ഞാനോ? മോള് കുഞ്ഞും എന്നെ വിളിച്ചപ്പോ തൊട്ട് ഞാൻ കാത്തിരിക്കുക, അറിയോ? അമ്മ വിളിച്ചായിരുന്നോ? അളിയ വാടാ. അളിയനൊക്കെ പ്രായമായി പോയല്ലോ, വയറൊക്കെ ചാടി. നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? വന്ന പോലെ നിൽക്കാതെ വേഗം പോയി ഒന്ന് ഫ്രഷ് ആയിക്കേ. നോക്ക്, ചേച്ചി നിനക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിഷ് മോളി പൊളിക്കണ്ടേ? യവനൊരു കുരുവില്ലല്ലോ. പാവം എൻ്റെ കൊച്ച് ഉള്ളിൽ സങ്കടങ്ങൾ മുഴുവൻ ഒതുക്കിയിട്ട് ചിരിച്ചു കളിച്ച് പോന്നണ്ടല്ലേ. നീ ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലായിരുന്നു, ഇനി ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പം ഞാൻ ഓക്കെ ആയി. എനിക്കറിയായിരുന്നു നീ ഇവിടെ വന്നാ ഓക്കെ ആവും. നീ കഴിക്കേ. ബ്രേക്കപ്പ് കഴിഞ്ഞ് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരുത്തൻ കഴിക്കുന്ന കഴിപ്പാണ് ഇത്. കഴിക്കുന്നതിന് കണക്ക് പറയൂ ചേട്ടാ. ഞാൻ പറയും. മിണ്ടാതെ വേണമെങ്കിൽ വന്നിരുന്ന് കഴിച്ചോ. വേണമെങ്കില വേണം. അളിയൻ കഴിച്ചില്ലായിരുന്നോ? അപ്പൊ മോൻ കഴിച്ച് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ കഴിക്കാന്ന് വെച്ച്. ബാക്കിയുണ്ടല്ലോ, ഇതേ ഭക്ഷണം കൂട്ട് കഴുകി. അളിയനിപ്പോ പാട്ടൊന്നുമില്ലല്ലേ? ഇല്ലാത്തതല്ല, എടുക്കാത്തതാ. സെലക്റ്റീവ് ആവുന്നത് നല്ലതാ. ഈ മൈക്കിൾ ജാക്സൺ ഒക്കെ അങ്ങനെയാണ് കേട്ടിട്ടുണ്ട്.
ആ നീ കഴിച്ചു കഴിഞ്ഞെങ്കിൽ കൈ കഴിക്കോടാ. വയറ് നിറഞ്ഞു, ബാക്കി ഉച്ച കഴിക്കാല്ലേ? ഇവൻ എങ്ങനെങ്കിലും കെട്ടുകെട്ടിച്ചേ പറ്റുള്ളൂ. എടാ പപ്പു, നീ എപ്പോ വന്നേ? അയ്യോ എന്റെ മാലിന്യ. ഞാനിന്നെത്തി. നീ നല്ല ആളാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് ഉണ്ടാന്ന് പറഞ്ഞിട്ട് പറ്റിച്ച്. അയ്യോ ഞാൻ പറ്റിച്ചൊന്നുമല്ല, സമയം കിട്ടിയില്ലല്ലോ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വന്നത് അതിനും കൂടി വേണ്ടിട്ടാ. ചേച്ചി, സുമേഷ് ഏട്ടൻ എന്തിയേ? ഏട്ടനില്ലടാ, ടൂറിലാ. ടൂറിലാണോ? എന്നോട് പറഞ്ഞിട്ട് എന്ന് വരും? ശനിയാഴ്ച. ശനിയാഴ്ചയാവോ? നന്നായി. ദീപ്തി, പിന്നുണ്ടല്ലോ ദീപ്തി, അവനെ ബ്രേക്കപ്പും കോപ്പും ഒന്നും അല്ല കേട്ടോ. അവൻ മോളിലത്തെ മാലിന്യെ ട്രിപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയാ വന്നേന്ന്. അവരുടെ ഭർത്താവ് ശനിയാഴ്ച വരുള്ളൂ. അതിനു മുമ്പ് ഇവർക്ക് ട്രിപ്പ് പോകാനാ പ്ലാൻ. അതിന് നിനക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അവിടെ നിന്ന് പാട്ട് പാടി കൊടുക്കാമെങ്കിൽ അവനെ ട്രിപ്പും കൊണ്ടുപോവാം. നാണോ ഇല്ലേ വല്ലവരും സംസാരിക്കുന്നത് ഒളിഞ്ഞിന്ന് കേൾക്കാനായിട്ട്? ട്യൂണിങ് ഒന്നും ശരിയാവുന്നില്ല. അതൊന്നും കാര്യാക്കണ്ട, നമുക്കത് ശരിയാക്കാം. അളിയാ, അളിയാ, നീ എന്താ ഇവിടെ? വാ, നൈറ്റ് റൈഡ് പോവാ. ഈ പാതിരാത്രിക്കാ? പിന്നെ പകലാരെയും നൈറ്റ് റൈഡ് പോവോ? പോടാ ഇറക്ക. ദീപ്തി എങ്ങനെ പറഞ്ഞോണ്ടല്ലോ. അളിയാ വാ, പോയി കിടന്നുറങ്ങടാ. പോയിട്ട് വാ വിളിച്ചേട്ടോ. ദീപ്തി രാത്രി 11 മണി പോലും ആയിട്ടില്ല. ഇതിപ്പോ പ്യാരെ വല്ലതും ആണെങ്കിലും കെട്ടിയെടുത്ത് പോയനല്ലോ. ഒന്ന് പോയിട്ട് വരുമോ? വാ പോവാ. അളിയൻ ടയർഡായോ? തീരെ ഇല്ല. എന്നാ നമുക്ക് വാഗമൺ പോയാലോ? പൊറോട്ടയും മട്ടൻ ചാപ്സും. മോനെ നിനക്കെന്തരാ വയ്യേ? Come on. അളിയ, പ്രകൃതി എത്ര സുന്ദരിയാണല്ലേ. ആഹാ, വാ കൂവ. ആ വിധുചേട്ടൻ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? എന്താ ദീപ്തി? അവൻ തിരിച്ചു പോകുന്നതിനെ പറ്റി എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? ഇല്ല. എങ്ങനെയാ അങ്ങോട്ട് ചോദിക്കുക? ഒരു വീട്ടിൽ വന്നാൽ 2 ദിവസത്തിനുള്ളിൽ ഇറങ്ങി പോവുക എന്നുള്ളത് സാമാന്യ മര്യാദയല്ലേ? അനിയനായി പോയി, ഇല്ലെങ്കിൽ ഇറക്കി വിട്ടേനെ ഞാൻ. ചിലപ്പോ ഇന്ന് പോവായിരിക്കും ദീപ്തി. പാവം.
പോയാ മതിയായിരുന്നു. അയ്യോ വിളിച്ചേട്ടാ, ഞാൻ പോവേണേ. കേട്ടല്ലേ? കേട്ടില്ലേ? കേട്ടോ? വേറെ വൺ മാജിക്. എന്താ ഫീല്? പ്യാരി, മോണായിട്ട് പാടി. ഇനി വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? തിറ്റി, പപ്പു എവിടെ? ആ മുള്ള നീ എങ്ങോട്ട് പോണേ? ഞാൻ കുളിച്ചിട്ട് വരാം. എടാ വിധു, വേദനിച്ചിരിക്കുന്നവന്റെ മനസ്സിനെ വീണ്ടും വീണ്ടും കുത്തി മുറിവേൽപ്പിക്കണം. അപ്പം അവൻ വേദന താങ്ങാൻ പറ്റാതെ അവിടുന്ന് എന്നേക്കുമായിട്ട് ഓടിപ്പൊക്കോളും. എന്നാലും ആളിയൻ ഇതൊക്കെ എന്തിനായിരിക്കും? ഹൃദയ സഖീ സ്നേഹമയി ആത്മസഖീ അനുരാഗമയി. ഓ, എന്തല്ല പാട്ടല്ലേ? അത്രയ്ക്കുണ്ടോ? ഓ സോറി പപ്പു, നിനക്കിപ്പോൾ ഇങ്ങനത്തെ പാട്ടുകളോടൊന്നും വലിയ താല്പര്യം കാണില്ല എന്ന് എനിക്കറിയാം. ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ. അല്ല മോനെ, ആരാദ്യം ബ്രേക്കപ്പ് പറഞ്ഞേ? അതവളാ. ഞാൻ ഊഹിച്ചു. അല്ലെങ്കിൽ ഈ പെമ്പിള്ളേരെ നമ്മളെ വേണ്ടാന്ന് വെക്കുമ്പോൾ ഉണ്ടല്ലോ, മനസ്സിനകത്തൊരു വല്ലാത്ത ഫീലാ. ഒരു കല്ലെടുത്ത് വെച്ച പോലെ അതിങ്ങനെ മാറി മറിഞ്ഞ് നീറി ഉഫ്, നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടാവും. കണ്ണടച്ചാലും തുറന്നാലും ഒക്കെ അവളുടെ മുഖം മാത്രം അല്ലേടാ? ആ അതെ. നിനക്കറിയോ, പണ്ട് എനിക്കും ഉണ്ടായിരുന്നൊരു കൊടി കെട്ടിയ പ്രേമം. ധന്യ, എൻ്റെ ധനു. അവളെ എൻ്റെ ഈ നെഞ്ചിലടാ ഞാൻ കൊണ്ടു കിടന്നു. ഓഹ്, ഞാൻ ഉറങ്ങിയാലേ അവൾ ഉറങ്ങൂ, ഞാൻ ഉണ്ടായാലേ അവൾ ഉണ്ണു. എനിക്ക് എപ്പോഴൊക്കെ അവളെ കാണാൻ തോന്നുമോ അപ്പോഴൊക്കെ ഞാൻ എൻ്റെ സ്പ്ലെൻഡർ ബൈക്ക് എടുത്തിട്ട് ഒറ്റ പോക്കാം. രാത്രിയെന്നില്ല പകലെന്നില്ല. ഓഹ്, നീ ഇങ്ങോട്ട് നോക്കി, ഇത് കണ്ട? ഇതാ ദീപ്തിയുടെ ഡി ഒന്നും അല്ല, എൻ്റെ ധനുവിൻ്റെ ഡിയായിരുന്നു. എൻ്റെ ധനുവിൻ്റെ ഡി. എന്നിട്ടെന്താ, അവളവൻ്റെ അടുത്ത് ഇതുപോലെ ബ്രേക്കപ്പ് പറഞ്ഞു പോയി. താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എൻ്റെ വേദന. ഞാൻ അപ്പം തന്നെ വീണ്ടും എൻ്റെ സ്പ്ലെൻഡർ ബൈക്ക് എടുത്തൊരു ഒറ്റ പോക്ക ലഡാക്കിലേക്ക്. അവിടെ എന്താ വാങ്ങാം? എടാ, എൻ്റെ മനസ്സൊന്ന് തണുപ്പിക്കാൻ. നിനക്കറിയൂ, ഇപ്പോഴും എനിക്ക് അവളെ മറക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ മൊബൈലിൻ്റെ പാസ്വേഡ് പോലും ധനു 143. എടാ മക്കളെ, ഈ ബ്രേക്കപ്പ് ആവാൻ നേരത്ത് നമ്മുടെ സ്വന്തം വീട്ടിലോ കൂട്ടുകാരുടെ വീട്ടിലോ ചേച്ചികളേനോ ഒക്കെ സ്വസ്ഥമായി ജീവിക്കുന്നിടത്തോ ഒന്നും വലിഞ്ഞേറി പോവാൻ നിൽക്കരുത്. എടാ, മനസ്സ് ശാന്തമാവണമെങ്കിൽ ബൈക്ക് എടുക്കുക, ഒരൊറ്റ പൊക്കി. ഇടി ആരാന്ന് പറഞ്ഞ? ധനു. ധാപ്തി. ഇപ്പൊ തന്നെ പോണം അല്ലേ ദീപ്തി? ബാഗ് കൊടുക്കടാ. പോട്ടെ മോളെ. അളിയ നിക്ക്. എന്നും നിൻ തുണയായി നിഴലായി നിന്നരികിൽ ഞാനുണ്ടല്ലോ.
എത്തിയിട്ട് വിളിക്കണേ.